4 ഒച്ചപ്പാട്, 4 ബഹളവും, മേശമ 4 കൊട്ടും. ഇതൊന്നൊരു ഭീകരത ഒന്നും വേണ്ട. ഒരു അധ്യാപകനും ഇങ്ങനെ ഒരു ഭീകര ജീവിയാവേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ മദ്രസകളിലും ദർസിലും ഒക്കെ സ്നേഹം കൊടുത്ത് മക്കളെ പഠിപ്പിക്കാൻ കഴിയും. അവർ സ്നേഹിച്ചു പഠിക്കും. വിജ്ഞാനത്തോട് സ്നേഹം വരും, ഗുരുനാഥന്മാരോട് സ്നേഹം വരും. സുബ്ഹാനല്ലാഹ്. ഹബീബിന്റെ രീതി അതാണ് സല്ലല്ലാഹു. അത് നമ്മുടെ മദ്രസകളിൽ വേണം. കൊച്ചു മക്കളൊക്കെ രാവിലെ തണുത്ത് വരച്ചിട്ട് ആ മദ്രസയിലേക്ക് വരുന്ന വരവിൽ അടി കൊണ്ടുപോകുന്ന എന്തായിരിക്കും അവസ്ഥ? നമുക്ക് പഠിക്കാൻ പ്രയാസമുള്ള മക്കളുണ്ടാവും, ചിലർക്ക് ഓർമ്മക്കുറവുണ്ടാവും. ഞാൻ പഠിച്ച ഹിഫ്ലാക്കാൻ പറയും, എന്തുകൊണ്ട് ഹിഫ്ലാക്കിയില്ല? വീട്ടിൽ എന്തെങ്കിലും വിഷമുണ്ടായിട്ട് ഒരു ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അതിന് മറ്റെന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക എന്നല്ലാണ്ട് ദേഹോപദ്രവം ചെയ്യരുത്. നബി തങ്ങൾ തങ്ങൾ പറഞ്ഞു, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവർ നിങ്ങൾ അടിച്ചോളി. പക്ഷെ നബി തങ്ങൾ ഒരു കുഞ്ഞിനെയും അടിച്ചിട്ടില്ലെന്നതാണ് സത്യം. ഇല്ല അൻ യുഖാതില ഫീ സബീലില്ലാഹ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉസ്ലൂബിലേക്ക് നമ്മുടെ പഠന രീതികൾ മാറി വരണം. നമ്മളൊക്കെ അടി കൊണ്ട് എനിക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ട്, നിങ്ങളെ പോലത്തൊക്കെ തന്നെ. പക്ഷേ നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വാങ്ങിയതല്ല, അത് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജനറേഷൻ നമ്മൾ മുമ്പുള്ള ഉസ്താദുമാരുടെ ജനറേഷൻ അല്ല, അതാണ് വ്യത്യാസം. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ ആ വിഷയം മനസ്സിലാക്കണം. ജരീർ ഇബ്നു അബ്ദില്ലാഹി ഞങ്ങൾ പറയാ, ഞാൻ എപ്പോൾ കാണുമ്പോഴും എൻ്റെ റസൂൽ പുഞ്ചിരിക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലമാ റആനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബസ്സമ ഫീ വജ്ഹി. ആ ഹബീബ് പുഞ്ചിരിക്കാതെ കടന്നുപോയ ഒരു ഓർമ്മയും എൻ്റെ മനസ്സിലില്ല. ഹബീബിനെ കാണുമ്പോൾ അവിടുന്ന് പുഞ്ചിരിക്കുമായിരുന്നു, സന്തോഷം നൽകാൻ. ഇത് ഭയങ്കര എനർജിയാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾ ഞാനൊരു സദസ്സിൽ ഇരിക്കുമ്പോൾ നബി തങ്ങൾ എന്നെ മാത്രം സൂക്ഷിച്ചു നോക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു പോയി, നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബി ഞാനായിരിക്കുമെന്ന്. അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറയാം, എന്നെ നബി ഇങ്ങനെ നോക്കി, എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കും തങ്ങൾ പറയുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനായിരിക്കും ഏറ്റവും നബിക്ക് ഇഷ്ടപ്പെട്ട ആള്. അങ്ങനെ ഒരിക്കൽ നബി, പൊന്നാര നബിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാ? ആയിഷ ബീവിയാണ് റളിയല്ലാഹു അൻഹ. അന്ന് ഭാര്യയെ ഇഷ്ടപ്പെടുന്ന ഒരു അറബി പറയില്ല, മാനക്കേടായിരുന്നു. ഒരു പെണ്ണിന് ഒരു ഭാര്യ അല്ലെങ്കിൽ ഉമ്മ അവരെ ഇഷ്ടമാണ്, അവരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് അറബികൾ പഴയ ജാഹിലിയ്യത്തിൽ ഐബായിട്ടാകാം. ഇത് മോശമാണ്. ഞങ്ങളത് തിരുത്തി, എൻ്റെ ഭാര്യയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, കാമുകിയല്ല, എൻ്റെ ഭാര്യയാണ് ആയിഷ ബീവിയാണ്. ആണുങ്ങളുടെ കാര്യം ഞാൻ ചോദിച്ചത്, അബൂഹ ആയിഷാന്റെ ഉപ്പന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ പേര് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അബൂ ബക്കർ എന്ന് പറയുന്നത് ചോദിച്ചത്. പിന്നാരെ നബിയെ? പിന്നാരെ നബിയെ? പിന്നെ നബി ഒരു പിന്നെ ഞാൻ ചോദിച്ചില്ല, ഞാൻ അവസാനത്തെ ആളായി പോകുന്നത് പേടിച്ചിട്ട് പിന്നെ ഞാൻ ചോദിച്ചില്ല. കാണുന്നവരൊക്കെ നബിയുടെ മുമ്പിലിരിക്കുമ്പോൾ വിചാരിക്കുന്നത് ഞാനാ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെന്ന്. അതാണ് ഹബീബിന്റെ പെരുമാറ്റം. 1,23,000 സ്വഹാബിമാർ നബിയുടെ കൂടെ ഹജ്ജിനുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ വലിയൊരു 1,23,000 സുഹൃബന്ധമുള്ള നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഓരോരുത്തരും വിചാരിക്കും ഞാനാ നബിന്റെ ഏറ്റവും അടുത്ത ആള്. അതാണ് ഒരു വ്യക്തിത്വം. അവിടെയാണ് സ്വഭാവ മഹിമ. ആ രീതിയിൽ ഇടപെടുമ്പോഴാണ് തിന്മകളെ മനസ്സിൽ നിന്ന് പിടിച്ചു മാറ്റാൻ കഴിയുക. അങ്ങയുടെ ഹൃദയം വളരെ കടുത്തതായിരുന്നുവെങ്കിൽ, അങ്ങയുടെ ഹൃദയം വളരെ പരുഷമായിരുന്നുവെങ്കിൽ അവരാരും അങ്ങയുടെ കൂടെ ഇരിക്കുമായിരുന്നില്ല നബിയെ. അവരാരും ഇസ്ലാം കേൾക്കാൻ അങ്ങയുടെ അരികത്ത് വരില്ലായിരുന്നു. പിന്നെ അവർ വന്നിരുന്നത് നിങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ടാണ് നബിയെ, നിങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് മുഅ്മിനെ കരുതലോടെ ഇരിക്കേണ്ട ഒരു കാലമാണിത്. പാപങ്ങളുടെ അതിപ്രസരം നമ്മുടെ മീഡിയ, നമ്മുടെ ഫോണ്, നമ്മുടെ മൊബൈല്, നമ്മുടെ ലാപ്ടോപ്പ്, നമ്മുടെ ഗാഡ്ജറ്റുകൾ തുറന്നു വെച്ചാൽ തിന്മകളുടെ സ്ഫുരണങ്ങളാണ് കണ്ണുകളിലേക്ക്, മനസ്സിലേക്ക്, ചിന്തകളിലേക്ക് കയറുന്നത്. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബിന്റെ ഒരു ഉപദേശമുണ്ട്. നബി തങ്ങൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ആരാണ് അമ്മാർ എന്നറിയുമോ? അവരുടെ ഉമ്മയാണ് ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദത്ത്. ഈ ഉമ്മത്തിന് വേണ്ടി ആദ്യം ജീവനൊടുക്കിയത്, ഷഹീദത്തായി മരിച്ചത് മഹാനായ അമ്മാർ തങ്ങളുടെ ഉമ്മയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. പിന്നെ മരിച്ചത് അവരുടെ പിതാവും ഷഹീദാണ്, ശുഹദാക്കളിൽ പെടുന്നു. യാസിർ റളിയല്ലാഹു അൻഹു അപ്പയും ഉമ്മയും ഷഹീദുകളാണ്. അവരുടെ മോനാണ് അമ്മാർ എന്നവര്. നബി തങ്ങൾ പറഞ്ഞു, ഇസ്തഈദ് ബില്ലാഹി യാ അമ്മാർ മിനൽ ഫിതൻ. അമ്മാറേ, ഫിതനകൾ വരാനുണ്ട്, പരീക്ഷണങ്ങൾ വരാനുണ്ട്, നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണേ അമ്മാർ. അപ്പോൾ അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ പറഞ്ഞു, അഊദു ബില്ലാഹി മിനൽ ഫിതൻ. ഫിതനകളിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനേ. നിങ്ങൾ പറഞ്ഞു, എന്ത്? നിങ്ങൾ എല്ലാവരും ഫിതനയിൽ നിന്ന് കാവൽ ചോദിക്കണേ. നമ്മൾ എന്ത് പറയണം? അമ്മാർ തങ്ങൾ പറഞ്ഞ പോലെ അഊദു ബില്ലാഹി മിനൽ ഫിതൻ.
അഊദു ബില്ലാഹി മിനൽ ഫിതൻ, അഊദു ബില്ലാഹി മിനൽ ഫിതൻ, അഊദു ബില്ലാഹി മിനൽ ഫിതൻ. അല്ലാഹുവേ ഫിത്നകളില്ലാതെ കാക്കണേ. നമ്മുടെ നാടുകള്, നമ്മുടെ മഹല്ല്, നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകള് അതിന് ഓഹരി വെക്കാതെ, ഭക്ഷണം വെക്കാതെ, ചുമര് വെക്കാതെ, മനസ്സുകൾക്കിടയിൽ ചുമരുണ്ടാകാതെ ഫിത്നകളില്ലാതെ കാക്കണേ എന്ന് റബ്ബിനോട് ദുആ ഇരക്കണം. ഇന്നത്തെ കാലം അതാണ്. അഊദു ബില്ലാഹി മിനൽ ഫിതൻ. മനുഷ്യന്മാരുടെ തലയിൽ പിശാച് കയറി കളിക്കുന്ന കാലമാണ്. നബി തങ്ങൾ പറഞ്ഞു, യൂഷികു അയ്യകൂന ഖൈറു മാലി ഇംറിഇൽ മുസ്ലിമി ഗനമുൻ യത്ബഉ ബിഹാ ശറഫൽ ജിബാലി വമവാഖിഅൽ ഖത്ർ യഫിറു ബിദീനിഹി മിനൽ ഫിതൻ. ഒരു കാലഘട്ടം വരും ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സമ്പത്ത് അവന്റെ കാറല്ല, അവന്റെ ബൈക്കല്ല. ഒരു കാലം വരും അവൻ വീട് കിടക്കുന്ന, പക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്നു, നമ്മുടെ ബൈക്ക്, നമ്മുടെ വാഹനം, നമ്മുടെ കാറ്, നമ്മുടെ ഭവനം, നമ്മുടെ ബിസിനസ്, ഇതൊന്നും വേണ്ടാത്തൊരു കാലം വരുന്ന. അന്ന് വേണ്ടത് ഒരു കൂട്ടം ആടുകളായിരിക്കും. നബി തങ്ങൾ പറയാം, ആട് എന്തെന്നറിയോ? പുല്ലുകളുള്ള കുന്നിൻ പുറത്തേക്ക്, മലമുകളിലേക്ക് ആടുകളുടെ കയറും പിടിച്ചൊരാണ് പോകുന്ന കാലം വരും. നല്ല മഴ പെയ്ത് പുല്ല് മുളക്കുന്നിടത്തേക്ക് ഒരു കൂട്ടൻ ആട്ടിൻ പച്ചങ്ങള്. വാഹനമുണ്ട്, ബിസിനസ്സുണ്ട്, കച്ചവടമുണ്ട്, ബൈക്കുണ്ട്, എല്ലാമുണ്ട്. അതൊന്നും വേണ്ട. ഒന്നും അറിയാതെ, ഒരു ഫോൺ പോലും കയ്യിൽ വെക്കാതെ, ഒന്നും നോക്കാതെ ആടുകളുടെ കയറ് പിടിച്ച് മനുഷ്യൻ നടക്കുന്ന കാലം വരും. അവന്റെ ദീന് നഷ്ടപ്പെടും. ആ ദീന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആടുകളുടെ കയർ പിടിച്ച് മലമുകളിലേക്ക് മനുഷ്യൻ കയറി പോകുന്ന ഒരു കാലം വരും. നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. ദീൻ നഷ്ടപ്പെടുകയാണ്, ഈമാൻ നഷ്ടപ്പെടും. മനുഷ്യർ പറയുന്ന വാക്കുകൾ ഒരു സങ്കോചവും ഒരു പേടിയും ഒരു ചിന്തയും പോലും ഇല്ലാതെ, ഭവിഷ്യത്ത് പോലും ആലോചിക്കാതെ നിരീശ്വരവാദം, ഹബീബിനെ കുറിച്ച് മോശമായിട്ട്, അല്ലാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് പടച്ചതമ്പുരാൻ ഇല്ലെന്ന് പറയുകയും, അല്ലെങ്കിൽ മരണശേഷം ഒരു ജീവിതമില്ലെന്ന് അബൂജഹലോ ഉത്ബയോ ഷൈബയോ അബൂലഹബോ അല്ല ഈ പറയുന്നത്. നമ്മുടെ നാട്ടുകാരായ ചെറുപ്പക്കാർ ഏതെങ്കിലും കോളേജുകളിൽ പഠിക്കാൻ ചെന്നതാണ്. അവരുടെ പ്രൊഫസർമാർ യുക്തിവാദികളായിരിക്കാം. അത് കേട്ടിട്ട് നമ്മുടെ മക്കൾ പറയാൻ, കണ്ടില്ലേ, മതമില്ലാത്ത ഇന്ന രാജ്യത്ത് നല്ല സന്തോഷമുണ്ട്, ലോകത്ത് ഏറ്റവും ഹാപ്പിയസ്റ്റ് ഒരാൾ ഒരു വീഡിയോ അയച്ചു. യുക്തിവാദികൾ പറയുന്നത് ഒരു രാജ്യത്തിന്റെ പേര് പറഞ്ഞു, ഫിൻലാൻഡ് ആണെന്ന് തോന്നുന്നു. ഫിൻലാൻഡാണെന്ന് ഏറ്റവും ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒരു മതവിശ്വാസികളും ഇല്ലാത്ത ഒരു നാട് ഫിൻലാൻഡാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആർക്കും ഓർമ്മയുണ്ടോ? ഏതൊരു കണക്ക് പറഞ്ഞു, ആരോ ഉണ്ടാക്കിയ സർവേയിൽ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ജനങ്ങൾ ആ നാട്ടിലാണ് അത്രേ. ഡെൻമാർക്കാണെന്നാണ് പറഞ്ഞത്. ഡെൻമാർക്ക്, ഫിൻലാൻഡ് ഡെൻമാർക്ക് അടുത്ത്. അപ്പൊ ഡെൻമാർക്കാണ് അത്രേ. കാരണം യുക്തിവാദി ഉണ്ടാക്കിയ വീഡിയോ. കാരണം പറഞ്ഞത് അവിടുത്തെ ക്രിമിനലുകളില്ല, അവിടെ കൊലപാതകങ്ങളില്ല, തട്ടിക്കൊണ്ടുപോകലില്ല, അവിടുത്തെ ബീച്ചുകൾ സുരക്ഷിതമാണ്, പാർക്കുകൾ സുരക്ഷിതമാണ്, റോഡുകൾ സുരക്ഷിതമാണ്. പ്രത്യേകത അവർക്കൊന്നും അതല്ല. അതിൻ്റെ പേര് ആളെനിക്ക് വിട്ടു തന്നത് ഇതിന് എന്താ മറുപടി പറയാൻ പറഞ്ഞില്ല. അയാളെ മകനോ ആരോ വിട്ടെടുത്തതെന്ന് പറഞ്ഞു. പിന്നെ തിരക്കിനിടയിൽ നിന്ന് മറുപടി വിശദമായിട്ട് പറയാനും സമയം കിട്ടിയില്ല. ഇപ്പോഴെനിക്ക് ഓർമ്മയില്ല. അപ്പം എന്താ സംഗതി എന്നറിയോ? എക്സാം നടക്കുന്നുണ്ട്, സങ്കല്പിക്കുക. കുട്ടികളോട്, മക്കളോട് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലേ? മക്കളെ പുസ്തകം എടുത്ത് പഠിക്കുക, ഭയങ്കര ഉറപ്പ്. മക്കളെ നിങ്ങൾ റിലാക്സ് ആയിട്ട് നടന്നു കേട്ടോ, ഒന്നും പഠിക്കണ്ട, തുറന്നു നോക്കുന്ന വേണ്ട, നിങ്ങൾ പഠിക്കുക, ഒരുങ്ങൊന്നും വേണ്ട, അങ്ങനെ നടന്നോളൂ എന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞാൽ, പുറത്തുനിന്ന് ഒരാൾ ഈ വീട്ടിലാണ് കേട്ടോ അപ്പം നല്ല സന്തോഷമുള്ള, ഈ നാട്ടിലെ ഏറ്റവും സന്തോഷമുള്ള കുട്ടികളുള്ളത് ഈ വരയിലാന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അതാണ് ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ കഥ. വ്യഭിചാരം കുഴപ്പമില്ല, പിന്നെ ഇത് തട്ടിക്കൊണ്ടോളൂ. സർവ്വ റോട്ടിലും ബീച്ചിലും തന്നെ പരിപാടി, ഇഷ്ടംപോലെ കള്ള്. നാളെ മരിച്ചു ചെന്നാൽ ഒരു ജീവിതമുണ്ടെന്ന ബോധവുമില്ല. ഈ ജീവൻ തന്ന ഒരു സൃഷ്ടാവുണ്ട് എന്നും വിശ്വസിക്കണില്ല. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് എന്നും വിശ്വാസമില്ല. ഞങ്ങൾ ഹാപ്പിയാണ്. പരീക്ഷ ഉണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല, റിവൈസ് ചെയ്തിട്ടില്ല, വായിച്ചിട്ടില്ല, എങ്കിൽ ജയിക്കണം എന്ന് ആഗ്രഹമില്ല എന്നൊരാൾ പറഞ്ഞിട്ട് ഞാൻ സന്തുഷ്ടവാനാണെന്ന് പറഞ്ഞാൽ എന്താ എന്നതിൻ്റെ ഉത്തരം? ഈ മണ്ടത്തരങ്ങളൊക്കെയാണ് പ്രചരിപ്പിക്കുക. അതുകൊണ്ട് മതല്ലാതെ നമുക്ക് സന്തോഷം ഉണ്ടാവും. എന്താ പറയണത്? ആകത്ത് കൊണ്ടുവരുന്നതാണ്. മരിച്ചുപോയാൽ ഒരു അക്കൗണ്ടബിലിറ്റി, നമുക്കൊരു ഉത്തരവാദിത്വ ബോധം, ഈ ജീവൻ തന്ന പടച്ചതമ്പുരാനൊരു മറുപടി. ഇത് പറയണമെന്ന് ചിന്തിക്കുന്നവനാണ് മതവിശ്വാസി, ഇസ്ലാം വിശ്വാസി. അതാ എല്ലാ മതങ്ങളെയും ഒരുപോലെ ഇസ്ലാമിന്റെ ആ ഒരു സർവ്വലൗകികതയിലേക്ക് നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയില്ല. എല്ലാ മതങ്ങളോടുമുള്ള റെസ്പെക്റ്റും ആദരവും ബഹുമാനവും മതവിശ്വാസികളോടുള്ള എല്ലാ കടപ്പാടും മാനിച്ചുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ ഈ മനോഹാരിത നമുക്ക് മറ്റിടങ്ങളിൽ കാണാൻ കഴിയില്ല. ആ ഒരു തത്വം അംഗീകരിക്കാൻ പ്രയാസമാണ്. പരീക്ഷയ്ക്ക് കുട്ടികളോട് പഠിക്കുന്നു പറഞ്ഞാൽ അവർക്ക് നമ്മളോട് ഇഷ്ടമല്ല. ഈ ഉമ്മ എപ്പോഴും പഠിപ്പിക്കുക, ഈ വാപ്പയ്ക്ക് ഇതിനെ പറയാനുള്ളൂ, മക്കൾ പറയും. പക്ഷെ അവർ ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തിയാൽ അവർ പറയും, അന്ന് എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ ഈ ഉന്നതയിലെത്തി. അന്ന് എന്നെ നീ കളിക്കാൻ വയ്ക്കുമോനെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവൻ ഏതെങ്കിലും റെസ്റ്റോറന്റിന്റെ പ്ലേറ്റ് കയറാൻ നിൽക്കുന്നുണ്ടാവും.
സ്വന്തം മക്കള് വാപ്പയെ ആ നേരത്ത് ഇഷ്ടപ്പെടില്ല. മനുഷ്യനും അങ്ങനെയാണ്. ദീനനുസരിച്ച് ജീവിക്കുന്ന മദ്യപിക്കല്ലേ, വ്യഭിചരിക്കല്ലേ, തോന്നിവാസം ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് വെറുപ്പ് വരും. പക്ഷെ നാളെ പരലോകത്തെത്തി അൽഹംദുലില്ലാഹ്, പടച്ചവനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലേ റബ്ബേ, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിൻ ഹാദാ, പടച്ചവനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലേ. അന്ന് ലോകത്ത് അതൊക്കെ പറഞ്ഞതനുസരിച്ച് ജീവിച്ചത് കൊണ്ടല്ലേ എനിക്കത് സാധ്യമായത്. അൽഹംദുലില്ലാഹ്, പടച്ചവനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലേ എന്ന് നാളെ ഒരു സന്തോഷം വരും. ഇന്നത്തെ ഈ വിഷമം സാരമില്ലതൊക്കെ മറന്നു പോകും. എന്തേ? ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്. മക്കൾ എക്സാമിന് പഠിക്കാൻ വേണ്ടി നമ്മൾ അവരെ നിർബന്ധിക്കുന്ന പോലെ അവർക്കത് ഇഷ്ടപ്പെടില്ല. പക്ഷേ അവർ ജീവിതത്തിൽ മുന്നോട്ടെത്തുമ്പോൾ അവർ തിരിച്ചറിയും അതൊരു നന്മക്കായിരുന്നു ഞാൻ ചെയ്തത്. ഇതൊന്നും പഠിക്കാതെ വലിയ സന്തുഷ്ടരാണെന്ന് പറഞ്ഞ് എന്തർത്ഥമാണത്? എന്താണ് ഇവർ ലോകത്തോട് വിളിച്ചു പറയുന്നത്? ഇതാണ് ഇന്നത്തെ ഫ്രീ തിങ്കിങ്. ഇന്നത്തെ ഒരു വലിയൊരു ഡേഞ്ചർ ഇതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി ഞങ്ങൾ പറയുന്നു, يوشك أن يكون خير مال المرء المسلم غنم يتتبع بها شغف الجبال ومواقع القطر يفر بدينه من الفتن يتبع بها എന്നും റിവായത്തുണ്ട്. ഒരു ആട്ടിൻ പച്ചങ്ങളെയും തെളിച്ച് മലമുകളിലേക്ക് കൊണ്ടുപോകുന്ന ആട്ടിൻ പച്ചങ്ങളാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സമ്പത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറയും. സർവമാന തിന്മകളെ മനുഷ്യന്മാർ നിസ്സങ്കോചം കുഫറിന്റെയും ഫിസ്കിന്റെയും ലഅനത്തിന്റെയും വാക്കുകൾ പറയുകയും അവരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലം. അങ്ങാടികളിൽ നമ്മുടെ പെൺ സഹോദരി, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പെൺകുട്ടികൾ അവരുടെ ഏറ്റവും വലിയ സൗന്ദര്യം പ്രകടിപ്പിച്ച് തിന്മകളിലേക്ക് പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രീതി ഞങ്ങൾ പറയുമായിരുന്നു. ഏതെങ്കിലും ഒരു പെണ്ണ് അന്യ പുരുഷന്മാർക്കിടയിലേക്ക് ഇടപഴകുമ്പോൾ അത്ര പുരട്ടി ഇറങ്ങിയാൽ, അവര് സുഗന്ധം പൂശി ഇറങ്ങിയാൽ, അവരുടെ ബന്ധുക്കളോ അവരുടെ സഹോദരിമാരായ കൂട്ടുകാരികളോ അല്ല, അന്യ പുരുഷന്മാരിലേക്ക് അവൾ അത്ര പൂശി ഇറങ്ങിയാൽ, നാട്ടുകാരൊക്കെ റോട്ടിലുള്ളവരൊക്കെ എന്റെ സുഗന്ധം അറിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ചെയ്തതെങ്കിൽ അവൾ അത്ര പൂശി വീട്ടുന്ന പിന്നെ പുറത്തിറങ്ങേണ്ടി വന്നു. ആരോപണം അതല്ല, അവളുടെ ഉദ്ദേശം തന്നെ അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാരെങ്കിലൊക്കെ മണത്തിട്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞാൽ അവൾ ഒന്നും ചെയ്തിട്ടില്ല, സുഗന്ധം പൂശിയിട്ടാണ് അന്യ പുരുഷന്മാരിലേക്ക് ഇറങ്ങിയതെങ്കിൽ അവൾ വ്യഭിചാരം ചെയ്തവളാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരുപാട് കണ്ണുകൾ അവളെ തേടി വന്നു. കണ്ണുകൾ ചെയ്യുന്ന വ്യഭിചാരമാണത്. ഇത് കാണുന്ന ചുറ്റുപാടുകൾ വരും. മനുഷ്യന്മാർക്ക് ഏറ്റവും വലിയ ഫിത്ന വരുന്നത് പെണ്ണുങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ഫിത്നകൾ വരുന്നത്, പരീക്ഷണങ്ങൾ വരുന്നത് കല്യാണം കഴിച്ചവർക്കും അല്ലാത്തവർക്കും പരീക്ഷണം വരുന്നത് അന്യ പെണ്ണുങ്ങളുടെ വഴിയിലൂടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ചുറ്റുപാടുകളിൽ വാട്സപ്പും ഫോണും അതും ഇതും എല്ലാ സംവിധാനങ്ങളും ഫേസ്ബുക്കും ഒക്കെ. അല്ലാഹുവിന്റെ കലാം പോലും ഖുർആൻ എന്ന അല്ലാഹുവിന്റെ കിതാബ് മാസങ്ങളായി നോക്കാത്ത ആളുകളാണ് ഡെയിലി മണിക്കൂറുകൾ ഫേസ്ബുക്ക് എന്ന കിതാബിന് ചെലവഴിക്കുന്നത്. എത്ര വലിയ രോഗമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിനു ശേഷം വീണ്ടും 40ഓളം വർഷം ജീവിച്ച മഹദിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഓതുന്നത് മഹദിയുടെ ജ്യേഷ്ഠത്തിയുടെ മക്കള് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങളടക്കമുള്ളവരെ കേൾക്കാറുണ്ട്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. അല്ലാഹു മലക്കുകളോട് പറയും, മനുഷ്യരോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയണം. അവർക്ക് എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇന്നഹും മസ്ഊലൂൻ. അവരെ നാം ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അവരെന്നോട് മറുപടി പറയണം. ഒരു കോടതി ജഡ്ജിന്റെ മുമ്പിൽ അപ്പിയർ ചെയ്യാൻ എന്തൊരു പേടിയായിരിക്കും. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഹിസാബിന് വരുന്ന രംഗം അല്ലാഹു പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓതുകയാണ്. ഇന്നഹും മസ്ഊലൂൻ. സൂറത്ത് സ്വാഫാത്ത്. അങ്ങനെ ഓതി മഹദി കരയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ സഹോദരിമാരും അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് കണ്ണ് നനയുന്നുണ്ടോ? فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദുഹാ നിസ്കാരത്തിൽ ഈ രണ്ടായത്തുകൾ ആവർത്തിച്ച് മണിക്കൂറുകളോളം നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് ആയിഷ ബീവി. فمن الله علينا ووقانا عذاب السموم. അല്ലാഹുവിന്റെ കടുത്ത അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ ഈ നരകത്തിന്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച പാലമായ സിറാത്ത്, ആ പാലം കടക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമായിരുന്നില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടല്ലയോ നമ്മളത് കടന്നു വന്നത്. ഇൻ കുന്നാ മിൻ ഖബ്ലു നദ്ഉ. നമ്മൾ അല്ലാഹുവിനോട് ദുആ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇന്നഹു ഹുവൽ ബർറുർ റഹീം.
റഹീം. അല്ലാഹുവാണ് ഏറ്റവും നല്ല കരുണ നൽകുന്നവൻ, അവനാണ് ഗുണം ചെയ്യുന്നവൻ. ആ റബ്ബിനോട് ഒരുപാട് നമ്മൾ ദുആ ഇറക്കാറുണ്ടായിരുന്നല്ലോ. റബ്ബേ, ഞങ്ങളെ സിറാത്തിൽ നിന്ന് നീ കാത്ത് രക്ഷിക്കണേ, സിറാത്തിൽ താഴെ വീഴാതെ രക്ഷിക്കണേ എന്ന് ഞങ്ങൾ ദുആ ഇറക്കുമായിരുന്നല്ലോ എന്ന് അല്ലാഹു തആല പറയുന്ന ഭാഗം ദുഹാ നിസ്കാരത്തിൽ ബീവി റളിയല്ലാഹു അൻഹ 1 മണിക്കൂറിലേറെ നേരം നിന്ന് നൃത്തത്തിൽ ആവർത്തിച്ച് ഓതിയിട്ടുണ്ടത്രേ. ആഖിറം ചിന്തയുള്ള ഒരാൾക്ക് ആഖിറവുമായി എൻഗേജ് ആവാൻ ഇഷ്ടം പോലെ there are a lot of reasons to be engaged by Allah and His messengers in the thoughts of akhirah. ലോകത്തിന്റെ day of resurrection, day of recompense, പടച്ചതമ്പുരാനെ കണ്ടുമുട്ടുന്ന ആ ഒരു ദിവസത്തെ കുറിച്ച് ആലോചിക്കാൻ ഒരുപാടുണ്ട് നമുക്ക്. ഇത് കുറഞ്ഞ സമയമാണ്, എപ്പോൾ പോകുന്നറിയില്ല. വല്ലാത്തൊരു ടിക്കറ്റ് നമ്മുടെ കയ്യിൽ പഠിച്ചു തന്നത്. എപ്പോഴാണ് ഫ്ലൈറ്റ് എന്നറിയില്ല. അങ്ങാണ്ട ഒരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു ദിവസം തന്നെ. ഫ്ലൈറ്റ് ഏതാണെന്ന് പറഞ്ഞു. പൈലറ്റ് ആരാണത് കൊണ്ടുപോകുന്നത്? മലക്കുൽ മൗത്ത്. എപ്പോഴാ, എന്നാ ഡേറ്റ് അറിയില്ല, എപ്പോഴും കൊണ്ടിരുന്നു. പെട്ടെന്ന് വിളിക്കാൻ റെഡി ആയിക്കൊണ്ട് അങ്ങനത്തെ ഒരു ടിക്കറ്റാ കയ്യിൽ തന്നത്. അതും പിടിച്ചിട്ട് നമ്മൾ ഈ 2 സെന്റ് ഭൂമിക്ക് വേണ്ടി തെറ്റിയിട്ടും വണങ്ങിയിട്ടും ഉമ്മാനെ പുറത്താക്കിയിട്ടും വാപ്പാനെ അടിച്ചു പിടിച്ചിട്ടും അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് തിന്മകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കുകയും നന്മ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്ത് തിന്മകളെ നബിതങ്ങൾ പ്രതിരോധിച്ചതും സാരോപദേശം നൽകിയതുമായ ഹബീബിന്റെ ആ ഒരു ജീവിത രീതിയും ഹബീബിന്റെ ഇത്തിബാഉം ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനിപ്പിക്കുകയാണ് സമയം. പടച്ചവനെ വീണ്ടും 12 നാളെ മറ്റന്നാൾക്ക് പരിപാടിയുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ സമയം വൈകി നിങ്ങൾക്കും പ്രയാസമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സദസ്സിനെ കബൂലാക്കട്ടെ. അള്ളാഹു സദസ്സിനെ സ്വീകരിക്കട്ടെ. ഇതിലേക്ക് ഒരുപാട് സഹകരിച്ച നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ SKSF പ്രവർത്തകർ, ഭാരവാഹികൾ, ഇവരുടെയൊക്കെ പരിശ്രമങ്ങൾ അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളൊക്കെ ബക്കറ്റിലൊക്കെ ഇട്ടെടുത്ത് സഹായിച്ചിട്ടില്ലേ? അമ്മയാണ് എന്താണെന്നറിയാം ഇനി വേണ്ടത്. അള്ളാഹു തആല നിഅമത്ത് ചെയ്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് സഹകരിക്കാം. സ്വാലിഹ് ഇവിടെ, നമ്മുടെ റിയാദിലെ സ്വാലിഹ് ഇവിടെ വന്നിട്ടില്ലേ? നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും സഹകരിക്കുന്ന നമ്മുടെ പ്രവർത്തകരാണ്. അള്ളാഹുടെ കച്ചവടങ്ങൾ ഏർപ്പാടുകൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്വാലിഹിനെ നേരത്തെ പരിചയമുള്ളത് കൊണ്ട് ഞാൻ വിളിച്ചത് മാത്രം. ഈ നാട്ടുകാരായ ഒരുപാട് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ടാവും. ഈ പരിപാടി കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ നമ്മുടെ കരിമ്പ് ജ്യൂസ് അടിക്കണമാതിരി പിഴിഞ്ഞിട്ട് കാര്യമില്ല. അവസാനം ചെറുനാരങ്ങ വെച്ചിട്ട് അടിയുണ്ട്, മടക്കിയിട്ട് ലാസ്റ്റ് അടി. അതൊന്നും നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് നിങ്ങൾ കൊടുക്കുന്നത് തന്നല്ലോ. ഇനി അള്ളാഹു നിഅമത്ത് ചെയ്തവർ നമ്മുടെ സംഘാടകർ ഒന്ന് കാണാനല്ല, പരിപാടിയൊക്കെ നടത്തിയിട്ട് വല്ലതും കിട്ടിയോ, കടം വല്ലതും ഉണ്ടോ? നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ് SKSF പ്രവർത്തകർ. എത്ര നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഞങ്ങളത് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വന്നവരോട് സഹകരിക്കും. അല്ലെങ്കിൽ ഖിയാമം വരെ ഒരു വേദന വെക്കൂല. കാരണം ഇത് സ്വന്തം ദേഹത്തേക്ക് പിടിക്കുന്ന കടമായിട്ട് മാറുന്ന ആരതിന് നിൽക്കാതെ അവരാരും പുറകെ കൊണ്ടുപോകാനല്ലല്ലോ, നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടിയല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം കുറവ് വന്നിട്ടുണ്ടോ, ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ തരാം, ഞങ്ങൾ സഹായിക്കാമെന്ന് നിങ്ങളായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടെങ്കിലും അതിലേക്കുള്ള ബാധ്യതകളെ നിങ്ങൾ നിവർത്തി കൊടുക്കണം. അള്ളാഹു സഹായിക്കട്ടെ. ദ്വാരക്കാനുള്ള വസീയത്തുകളൊക്കെ ഉണ്ട്. എല്ലാം ഇവിടെ വായിക്കാൻ സമയം വൈകിയതുകൊണ്ട് ഇവിടെ എൻ്റെ സുഹൃത്ത് റഹ്മാൻ അഞ്ചില്ലത്ത് കണ്ണൂരിലെ സഹോദരൻ, അവരുടെ 1.5 മാസം പ്രായമുള്ള കുട്ടി വളരെ സീരിയസ് ആയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. കിഡ്നിയുടെ മുകളിൽ ഒരു വലിയ മുഴ ഉണ്ടെന്നാണ് പറഞ്ഞത്. അള്ളാഹു ആ കുഞ്ഞിന് അത്ഭുതകരമായി ശിഫ നൽകട്ടെ. അള്ളാഹു അത്ഭുതകരമായി ശിഫ നൽകട്ടെ. എൻ്റെ സുഹൃത്ത് നാസർ മുണ്ടക്കൾ അവരുടെ ഗറഫിലാണ് ഇത് ആവശ്യത്ത് വന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ അലിത്തങ്ങൾ പേരാമ്പ്ര, അവരുടെ പിതാവിൻ്റെ 2 ദിവസമാണ്. ബഹുമാനപ്പെട്ട CSK തങ്ങൾ പേരാമ്പ്ര മഹാനായ തങ്ങളുടെ അവരുടെ ആഖിറം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഹജ്ജിന് പോകുന്ന മുത്തയുടെ അസീസ് മുസ്ലിയാരുടെ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഹജ്ജിന് പോകുന്നവരുണ്ട്, അവിടെ യാത്രക്ക് അള്ളാഹ് ഖൈറാക്കി കൊടുക്കട്ടെ. ഒരുപാട് രോഗികൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവർ ഉമ്മമാർ ഉപ്പമാർ നമ്മൾ പറഞ്ഞത് അള്ളാഹു സ്വീകരിക്കട്ടെ. അതിൻ്റെ മോൾക്ക് ശ്വാസമുട്ടിൻ്റെ പ്രയാസമുള്ള അള്ളാഹു ശിഫയാക്കട്ടെ. ദ്വാരക്കാനുള്ള വസീയത്തുകൾ ഒരുമിച്ച് സംഭാവന ചെയ്ത ആളുകളുടെ പേരൊക്കെ ഇവിടെ ഉണ്ട്. ഇതിവിടെ എഴുതുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ കിതാബിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് സഹകരിച്ച നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അൽഹംദുലില്ലാ. ഇവിടെ ജോലി വർക്കത്തിന് വേണ്ടിയൊക്കെ ഇവിടെ 100, 200, 500 ഹൈന്ദവ സഹോദരങ്ങൾ വരെ, മുസ്ലിം സഹോദരി കുട്ടികളുടെ അസുഖം മാറാൻ പ്രത്യേകം ദുആ ചെയ്യാൻ 101 രൂപ. അള്ളാഹുയുടെ കുഞ്ഞിന് ശിഫ നൽകട്ടെ. അതുപോലെ കന്നുകാലികളുടെ അസുഖം മാറാനും കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാനും വേണ്ടി ദുആ ചെയ്യാൻ മുസ്ലിമാണ് അറിയില്ല, പ്രത്യേകം ദുആ എടുക്കാൻ വേണ്ടി 200 രൂപ ഒക്കെ വളരെ അവരുടെ വിഷമങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അള്ളാഹു അവർ ചെയ്ത ചെറുതും വലുതുമായ സംഭാവനകൾ ഇവിടെയൊക്കെ ദുനിയാവിൽ അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്.
അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അതോടൊപ്പം അവരുടെ കുട്ടികളുടെ അസുഖങ്ങൾ അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. ഇവിടെ ഓരോരുത്തരുടെയും ലിസ്റ്റ് ഇവിടെ വായിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു നഹാവന്തി യുദ്ധം കഴിഞ്ഞു എന്ന് ചോദിച്ചില്ലേ, ആരൊക്കെ ഷഹീദായി? സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ കുറെ പേര് പറഞ്ഞെടുത്തു. പിന്നെ സഅദ് എന്നവർ പറഞ്ഞു, ഉമറേ അമീറുൽ മുഅ്മിനീൻ, പിന്നെ പേരറിയാത്ത വേറെ കുറെ ആൾക്കാർ ഷഹീദായിക്കണ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹു അറഫഹും, സഅദയുടെ പേര് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും അള്ളാഹുവിനറിയാം, അള്ളാഹുവിനുടെ പേരറിയാം. നമുക്കറിയാത്തവർ സദസ്സിൽ തേൻകുപ്പിയും വാങ്ങിച്ചവരും ചെറുതും വലുതുമായി സംഭാവന ചെയ്തവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ പേരും അവരുടെ നിയ്യത്തും മുറാദും ഇവിടെ പറയാതെ തന്നെ അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു ഇതൊക്കെ സഫലമാക്കി കൊടുക്കട്ടെ. കഴിഞ്ഞ വർഷം ഇവിടെ നമ്മൾ മദ്രസയിൽ പഠിച്ചിരുന്ന 4 മക്കൾ കഴിഞ്ഞ വർഷമായിട്ട് മരിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെ കുടുംബത്തിന് അവരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്നവരായി ആ മക്കളെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. നമ്മുടെ ഉസ്താദിന്റെ ഭാര്യ 5 വർഷം മുമ്പ് മരണപ്പെട്ടു. അവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, നിന്റെ പരിശുദ്ധമായ റഹ്മത്ത് പെയ്തിറങ്ങുന്ന ഈ സമയത്ത് അല്ലാഹു ഞങ്ങളുടെ ഖൽബുകളിലേക്ക് ഈമാനിന്റെ മഴ ഞങ്ങളുടെ ഖൽബിലേക്ക് നീ നൽകണേ റബ്ബേ. അവിടെ നീ വെളിച്ചം നൽകണേ റഹ്മാനെ. ഹൃദയത്തിലുള്ള ഈമാനിന്റെ കരുത്ത് നൽകണേ റബ്ബേ. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് അസ്സഹ്മി എന്ന മദീനക്കാരോട് മുഴുവൻ ചെന്ന് തല ചുംബിക്കാൻ പറഞ്ഞ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി ചുംബനം കൊടുത്ത് തുടങ്ങിക്കൊടുത്ത ഈമാനിന്റെ നിറകുടമായിരുന്ന നിന്റെ ഹബീബിന്റെ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് അസ്സഹ്മി റളിയല്ലാഹു അൻഹു ഞങ്ങൾ പരിചയപ്പെട്ടു. അല്ലാഹ് ആ സ്വഹാബിയുടെ ഹൃദയത്തിൽ കൊടുത്ത ഈമാനിന്റെ ഒരംശം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക് സഹോദര സഹോദരിമാർക്ക് നിന്റെ ഈമാനിന്റെ കരുത്ത് നൽകണേ റബ്ബേ. നിന്റെ ലിഖാ നൽകണേ റബ്ബേ. പടച്ചവനെ, നിന്നോട് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യക്കടലായ മുഅ്മിനീങ്ങളോട് റഊഫും റഹീമുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസീസുൻ അലൈഹി മാ അനിത്തും എന്ന് നീ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ നബി തങ്ങൾ ഹരീസുൻ അലൈക്കും എന്ന് പറഞ്ഞ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഞങ്ങളുടെ സ്വലാത്തുകൾ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന ഒരു മജ്ലിസാക്കി തരണേ റബ്ബേ. അവിടുത്തെ തർബീയത്ത് ലഭിക്കുന്നവരാക്കി ഞങ്ങൾ മാറ്റണേ റബ്ബേ. യഖദത്തിലും മനാമിലും അവരെ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. മരണസമയത്ത് അവരുടെ മുഖം കാണിക്കണേ റബ്ബേ. ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ ഒരുപാട് അവസരം നൽകണേ റബ്ബേ. അല്ലാഹു നിന്റെ കഅബാലയം കാണാനും ഉംറയും ഹജ്ജും ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും നൽകണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ റബ്ബേ. ഞങ്ങളുടെ തെറ്റുള്ള നീ മാപ്പാക്കി തരണേ റബ്ബേ. ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. അല്ലാഹുവേ, തിന്മകൾ ചെയ്ത് പാപികളായി മാറി പശ്ചാത്തപിച്ചു മടങ്ങിയാൽ പാപങ്ങൾ പോലും നന്മയാക്കി നീ മാറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞ ആ മഹാഭാഗ്യം അല്ലാഹു നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. اللهم إنا عبادك الضعفاء المقصرون المذنبون يا رب. اللهم إنا أنبنا إليك. اللهم إنا تبنا إليك. اللهم إنا لاجون بجوارك يا الله. اللهم خذ بأيدينا ونواصينا إليك. اللهم ردنا والمسلمين إلى دينك ردا جميلا. പടച്ചവനെ, ഞങ്ങൾക്ക് നിന്റെ ഹബീബിനോടുള്ള മുഹബ്ബത്ത് നൽകണേ റബ്ബേ. അല്ലാഹു നീ ഞങ്ങളെ ഏറ്റെടുക്കണേ റബ്ബേ. ഈ ഉമ്മത്തിനെ ഏറ്റെടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ലോകവിശ്വാസി ജനങ്ങളെ ഏറ്റെടുക്കണേ റബ്ബേ. ലോക മനുഷ്യർക്ക് സമാധാനം നൽകണേ റബ്ബേ. ഇന്ത്യയിലും ലോകരാജ്യങ്ങളിലും സമാധാനം നിലനിർത്തണേ റബ്ബേ. അല്ലാഹുവേ, തിന്മയും ബഹളവും ഒച്ചപ്പാടുകളും കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഇഷ്ടപ്പെടുന്ന അല്ലാഹുവേ പൈശാചികതയെ നീ പിടിച്ചു കെട്ടണമേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ വീടുകളിൽ, മനസ്സുകളിൽ, ചിന്തകളിൽ, ഞങ്ങളുടെ എല്ലാ ഏർപ്പാടുകളിലും നിന്റെ തിരുനോട്ടം ഉണ്ടാകണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ നല്ലവരാക്കി നൽകണേ റബ്ബേ. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് കണ്ണുകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണേ റബ്ബേ. നീ കൊടുക്കണേ തമ്പുരാനെ. നീ സഹായിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് നൽകിയ മക്കളെ ആലിമീങ്ങളും ഹാഫിദീങ്ങളും സ്വാലിഹീങ്ങളുമായ നല്ലവരാക്കി ദീനിന്റെ ഖാദിമീങ്ങളാക്കി മാറ്റണേ റബ്ബേ. അവർ നല്ലവരായി പഠിച്ച് നിന്റെ ദീനും ഇൽമും മനസ്സിലാക്കി അതബുള്ളവരായി മരണശേഷം ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നവരായി നീ മാറ്റിത്തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പഠിക്കുന്ന മക്കൾ, ഇവിടുത്തെ മദ്രസയിൽ പഠിക്കുന്നവർ, അല്ലാഹുവേ, ഇവിടുത്തെ ഉസ്താദുമാര്, കമ്മിറ്റി ഭാരവാഹികൾ, ഭരണാധികാരികൾ, ഇവിടുത്തെ SKSSF പ്രവർത്തകന്മാർ, ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ, പരിപാടിയിലേക്ക് എത്തിപ്പെട്ട ഒരുപാട് ഉമ്മമാര്, സഹോദരിമാർ, അല്ലാഹുവേ ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഭൂമിക്ക് മുകളിലും ഭൂമിക്ക് താഴേക്ക് ഞങ്ങൾ വരുമ്പോഴും നാളെ പരലോകത്തേക്ക് വരുമ്പോഴും ഞങ്ങളോട് റഹ്മത്ത് കാണിക്കണേ റബ്ബേ. اللهم ارحمنا فوق الأرض. اللهم ارحمنا تحت الأرض. اللهم ارحمنا يوم العرض عليك يا رب العالمين. اللهم إنا
اللهم إنا نسألك التقى والهدى والعفاف والغنى اللهم إنا نسألك العافية اللهم إنا نسألك العفو والعافية اللهم إنا نسألك العفو والعافية لنا ولوالدينا ولمشايخنا ولتلاميذنا ولإخوتنا وأخواتنا ولبناتنا وأولادنا ولأمتنا وأئمتنا وولاتنا ودعاتنا وعلمائنا ومتعلمينا وللأمة الإسلامية جميعا اللهم احفظنا بحفظك يا خير الحافظين اللهم احفظنا واحفظ ما رزقته لنا بحفظك فإنه لا تضيع ودائعك يا الله اللهم إنا نستحفظك ونستودعك إيماننا ويقيننا وعلومنا وأعمالنا وقلوبنا وأرواحنا وأمتنا وأئمتنا ودعاتنا ووعاتنا اللهم احفظهم بحفظك واحفظنا بحفظك يا خير الحافظين يا خير الحافظين يا خير الحافظين اللهم കടങ്ങൾ വിടാനുള്ള വഴി എളുപ്പമാക്കണേ റബ്ബേ ജോലികളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ ഈ പരിപാടിക്ക് സഹായിച്ച ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ സംഭാവനകൾ എത്രയെന്നറിയുന്നവനെ അല്ലാഹുവിനെ ഇതിന് ഒരുപാട് ഇരട്ടികളായി കൂലി കൊടുക്കണേ റബ്ബേ അതുകൊണ്ട് ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ ഈ തേൻ വാങ്ങിച്ചവർക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ ഈ പരിപാടിയെ സഹായിച്ച പ്രവാസികളായ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇവിടെ കച്ചവടങ്ങളിലും ജോലികളിലും യാത്രകളിലും ഖൈറും ബറക്കത്തും കൊടുക്കണേ റബ്ബേ വീടുകളിൽ സന്തോഷം കൊടുക്കണേ റബ്ബേ റഹ്മാൻ റഹീമായ റബ്ബേ കാരുണ്യവാനായ തമ്പുരാനെ ഈ പരിപാടിയെ നീ വിജയിപ്പിച്ചു അല്ലാഹു ഇത് നീ കബൂലാക്കുമ്പോഴാണ് അത് വിജയിക്കുന്നത് നീ കബൂലാക്കി തരണേ തമ്പുരാനെ നീ കബൂലാക്കി തരണേ റബ്ബേ നാളെ മഹ്ശറയിലേക്ക് ഒരു വലിയ മുതൽക്കൂട്ടാക്കി തരണേ റബ്ബേ അല്ലാഹു ഞങ്ങൾ നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ റബ്ബേ ഫറൂഖ് റളിയല്ലാഹു അൻഹു മരണസമയത്തും അസ്സലാത്തു അല്ലാഹു അല്ലാഹു ഫി സ്വലാ ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ എന്ന് പറഞ്ഞ ആ ഒരു നിസ്കാരത്തിന്റെ മഹത്വം ഞങ്ങൾക്ക് എപ്പോഴും ഓർമ്മയിൽ തരണേ റബ്ബേ അല്ലാഹു ഒരു പനി വന്നാൽ നിസ്കരിക്കാതെയും ഒരു എക്സാം ഉണ്ടെങ്കിൽ നിസ്കാരം ഒഴിവാക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ഞങ്ങളുടെ മക്കളിലും ഞങ്ങളിലും ചുറ്റുപാടുകളൊന്നും ഇല്ലാണ്ട് അല്ലാഹുവേ നിസ്കാരം നിലനിർത്തുന്നവരാക്കി തരണേ തമ്പുരാനെ റഹ്മാൻ റഹീം ഞങ്ങൾ നല്ലവരാക്കണേ റബ്ബേ ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ റബ്ബേ ഞങ്ങളുടെ ഹൃദയം നന്നാക്കണേ റബ്ബേ അത് നിന്റെ മഹല്ലു നദറാൻ അവിടേക്കാണ് അല്ലാഹുവേ നീ നോക്കുന്നത് ജനങ്ങളുടെ കണ്ണുകൾക്ക് പുറത്തേക്ക് നിന്റെ കണ്ണ് ഖൽബിലേക്ക് റബ്ബേ അല്ലാഹു അവിടെ നിന്ന് നന്നാക്കി തരണേ റബ്ബേ അല്ലാഹു നീ ശുദ്ധിയാക്കി തരണേ റബ്ബേ അല്ലാഹു ഞങ്ങളൊക്കെ ശുദ്ധിയാക്കി തരണേ റബ്ബേ അല്ലാഹുവേ ദുആ ഇറക്കുന്നവനും ആമീൻ പറയുന്നവരും ഒരുപോലെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആമീൻ പറയലും ദുആയാണല്ലോ റബ്ബേ ഈ സദസ്സിൽ ഇരിക്കുന്ന മഹാന്മാരും മഹദികളും ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളുടെ ആമീൻ കൊണ്ട് ദുആയിനെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ അല്ലാഹു ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ മക്കള് ബന്ധുമിത്രാദികൾ അല്ലാഹു രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ പിഞ്ചു മക്കളുടെ രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ അല്ലാഹു രോഗികളായി കിടക്കുന്നവരെ സഹായിച്ചവരുണ്ട് റബ്ബേ നീ അവരെ സഹായിക്കണേ റബ്ബേ പടച്ച തമ്പുരാനെ പാവങ്ങളെ സഹായിക്കുന്ന ആളുകളുണ്ട് നീ അവരെ സഹായിക്കണേ റബ്ബേ കാരുണ്യവാനായ റബ്ബേ ഞങ്ങളെ നിന്റെ പൊരുത്തത്തിലായി മരണം വരെ ആഫിയത്തിലും ഇസ്സത്തിലുമായി ജീവിപ്പിക്കണേ റബ്ബേ അല്ലാഹു ഞങ്ങളുടെ ഉലമാഇനെ നീ കാക്കണേ റബ്ബേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ദീനിന്റെ ഖാദിമീങ്ങളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉലമാഅകൾ ദാഇമാർ ബോധകന്മാർ അല്ലാഹുവർക്ക് നിന്റെ കാവലിലാക്കണേ റബ്ബേ സത്യം സത്യമായി പറയാനും തിന്മകളെ തിന്മകളാണെന്ന് തുറന്നു പറയാനുമുള്ള ഒരു ചങ്കൂറ്റവും കരുത്തും ദീനിന്റെ ദാഴികൾക്ക് നീ നൽകണേ തമ്പുരാനെ അല്ലാഹു ഒരു ബന്ധനത്തിലും ആവാതെ അവരുടെ നാവിനെ പിടിച്ചു കെട്ടാതെ അല്ലാഹുവേ നന്മകളെ നന്മകളായി മനസ്സിലാക്കി തരാനുള്ള തൗഫീഖ് നീ അവർക്ക് കൊടുക്കണേ തമ്പുരാനെ റഹ്മാൻ റഹീമേ ജയിലുകളിൽ കഴിയുന്ന ഒരുപാട് നിരപരാധികളായ ആളുകൾ അല്ലാഹുവർക്ക് നീ മോചനം കൊടുക്കണേ തമ്പുരാനെ ഒരു വിചാരണ പോലും നടക്കാതെ കിടക്കുന്ന അബ്ദുൽ നാസർ മദനി ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ പടച്ചവനെ അവർക്കൊക്കെ മോചനം കൊടുക്കണേ റബ്ബേ നീ മോചനം സാധ്യമാക്കണേ റബ്ബേ ഒരുപാട് ആളുകൾ ഒരു വിചാരണ പോലും നടക്കാതെ തെറ്റിദ്ധാരണ പേരിൽ പിടിക്കപ്പെട്ടവർ പോലും ഉണ്ട് അല്ലാഹുവർക്ക് നീ മോചനം കൊടുക്കണേ റബ്ബേ കാരുണ്യവാനായ ഈ രാജ്യത്തെ നീ സുരക്ഷിതമാക്കണേ റബ്ബേ അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന റഖാഅൻ സഖാഅൻ വസായിറ ബിലാദിൽ ആലമീൻ അല്ലാഹു ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കി നൽകണേ റബ്ബേ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ ഒരു വേദന വരുമ്പോൾ പോലും ഒരു കലിമ ചൊല്ലാൻ ഒരു വേദന കൊണ്ട് പൊളയുമ്പോൾ ഒരു ദിക്ർ ചൊല്ലാൻ നാവ് വഴങ്ങാൻ പ്രയാസമല്ലയോ മരണത്തിന്റെ വേദന എത്രയാണ് ആ ഒരു നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള തൗഫീഖ് നീ നൽകണേ റബ്ബേ നീ നൽകണേ തമ്പുരാനെ നീ നൽകണേ റബ്ബേ നിന്റെ ഹബീബിന്റെ മുഖം കാണിക്കണേ റബ്ബേ സ്വർഗം കാണിക്കണേ റബ്ബേ മലായികത്തു റഹ്മത്തിനെ കാണിക്കണേ റബ്ബേ നിന്റെ ലിഖായിലേക്ക് ആശയുള്ള ഹൃദയം നൽകണേ റബ്ബേ ഖബർ നീ സന്തോഷമാക്കി തരണേ റബ്ബേ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഒരുപാട് ആളുകൾ മരിച്ചുപോയി റബ്ബേ അവർക്ക് ഖബറിൽ നീ സ്വർഗത്തോപ്പാക്കണേ പ്രശ്നനെ ഞങ്ങളും എപ്പോഴാണ് പോകാനറിയാത്തൊരു ഇരുത്തമാണ് റബ്ബേ ഞങ്ങളും ഈ മണ്ണിലേക്ക് ഏത് കോരിച്ചെരിയുന്ന മഴയോ ഇടിയോ കാറ്റോ പകലോ വെളിച്ചമോ ഇരുട്ടോ എന്ത് ഭൂമിക്ക് മുകളിൽ നടന്നാലും ഖബറിന്റെ ഉള്ളിൽ ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ് അവിടെ ഞങ്ങൾക്ക് സ്വർഗമാക്കി തരണേ റബ്ബേ ഉസ്താദുമാരെ മരിച്ചു പോയിട്ടുള്ളവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ അല്ലാഹുവിന്റെ ഖബറുടെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ വല്യമ്മമാർ മരിച്ചുപോയവർ പാപ്പമാർ ഉമ്മമാര് മരിച്ചവർ നമ്മുടെ ബന്ധുക്കൾ കൂട്ടുകാർ മരിച്ചവരുടെ സുഹൃത്തുക്കൾ അല്ലാഹുവേ അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ
മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. ഞങ്ങളെയും അവരെയും നാളെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ റബ്ബേ. ഹബീബിന്റെ കൂടെ ഞങ്ങളെ നീ സ്വർഗ്ഗത്തിൽ കടത്തി തരണേ റബ്ബേ. നരകം തൊടാതെ അല്ലാഹുവേ ഇല്ലാ തഹില്ലത്തുൽ ഖസം അല്ലാഹു നീ ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب صرف قلوبنا على طاعتك. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. സമയം കുറച്ച് കൂടുതൽ എടുത്തെന്ന് തോന്നുന്നു. പൊരുത്തപ്പെടുന്ന ജസാക്കുമുല്ലാഹ്. ദുആയിൽ ഉൾപ്പെടുത്തണം. ഒരു പരിപാടി കഴിയുമ്പോൾ ചൊല്ലേണ്ട ദിക്റുണ്ട്, എല്ലാവരും ചൊല്ലിക്കോളി. കഫാറത്തുൽ മജ്ലിസ് എന്നാണ് ആ ദിക്റിന് പറയാം. ഒരു മീറ്റിംഗ് കഴിഞ്ഞാലൊക്കെ പള്ളി കമ്മിറ്റി മദ്രസ കമ്മിറ്റിയൊക്കെ പിരിയുമ്പോൾ 2 3 കൂടി പിരിയുമ്പോൾ വരെ അത് ചൊല്ലണം. അതെല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു ദിക്റാണ്. എല്ലാം ചൊല്ലി ചെറിയ ദിക്റാണ്. എല്ലാം ചൊല്ലിക്കൂടെ. സുബ്ഹാനകല്ലാഹുമ്മ وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. എന്തെങ്കിലും ലഗത്തുകൾ, അനാവശ്യമായ വർത്തമാനങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടാനും ഇല്ലെങ്കിൽ നമ്മുടെ നന്മ വർദ്ധിക്കാനും അത് കാരണമാണ്. അതാണ് ദിക്റിന്റെ പ്രത്യേകത. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാക്കല്ലാഹു ഖൈറ. ഈ പരിപാടിയുടെ സംഘാടകരോട്, നല്ല മൈക്കായിരുന്ന ഓപ്പറേറ്ററോട്, ഇതിന്റെ ഗുണകാംക്ഷികളായ നിങ്ങൾ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.